നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഈ ഉമ എക്സ്പോർട്സ് ലിമിറ്റഡ് എന്നൊരു IPOയുടെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും ഈ സാമ്പത്തിക വർഷത്തെ അവസാനത്തെ IPO ആയിരിക്കും ഇത്. മാർച്ച് 28-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് ഈ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞോളട്ടെ, ഇനി ഇത് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. നമുക്കിനിയും ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഉമ എക്സ്പോർട്സ് ലിമിറ്റഡ് കൽക്കട്ട ബേസ്ഡ് ആയിട്ട് 1988 രൂപം കൊണ്ട് ഈ കമ്പനി തുടക്കകാലത്ത് തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലേക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ കയറ്റി അയച്ചിരുന്ന ഒരു കമ്പനിയാണ്. അത് പിന്നീട് കാലക്രമേണ 1997 കാലഘട്ടമായപ്പോഴത്തേക്ക് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിലേക്ക് ഇവരുടെ ശ്രദ്ധ തിരികെയായിരുന്നു. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ റൈസ്, പിന്നെ ഗോതമ്പ്, ഷുഗർ, സ്പൈസസ്, പിന്നെ ഡ്രൈ റെഡ് ചില്ലി, ജീരകം, പിന്നെ അതുപോലെ തന്നെ മല്ലി, ഫുഡ് ഗ്രെയിൻസ്, പൾസസ്, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിലേക്ക് ഇവരുടെ ശ്രദ്ധ മാറുകയും അതിലായി അവരുടെ മെയിൻ ബിസിനസ്. അതായത് ഇറ്റ് ഈസ് എ B2B ട്രേഡർ എന്ന് പറയാം. ദാറ്റ് സപ്ലൈസ് പ്രോഡക്ട്സ് ടു മാനുഫാക്ചറേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് എക്സെട്ര. അപ്പോൾ അതാണ് അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ. കൽക്കട്ടയാണ് ഇവരുടെ ബേസ്. അപ്പോൾ ഈ കമ്പനി ഇപ്പോൾ മാർച്ച് 28-ാം തീയതി ഇവരുടെ IPO ഓപ്പൺ ആവുന്നു. അതുപോലെ തന്നെ മാർച്ച് 30-ാം തീയതി ആകുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. വെറും 60 കോടി രൂപ മാത്രമാണ് അവർ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം ഫ്രഷ് ഇഷ്യൂ ആണ്. അപ്പോൾ OFS, ഓഫർ ഫോർ സെയിൽ ഒന്നുമില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൂടുതലൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് വേണ്ടിയിട്ട് UAE-യിൽ, അതായത് റാസൽ ഖൈമയിലുള്ള UEL ഇൻ്റർനാഷണൽ FZE എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 100% ഓഹരികളും ഉമ എക്സ്പോർട്സ് വാങ്ങിച്ചെടുത്തു. അപ്പോൾ ഈ കമ്പനി പ്രധാനമായിട്ടും ചെയ്യുന്നത് ഷുഗർ, അല്ലെങ്കിൽ സ്പൈസസ്, ടെക്സ്റ്റൈൽ, ഇങ്ങനെയൊക്കെയുള്ള പ്രോഡക്റ്റുകൾ വ്യാപാരം ചെയ്യുന്ന ഒരു കമ്പനിയാണ് UEL ഇൻ്റർനാഷണൽ FZE എന്ന് പറയുന്ന കമ്പനി. അത് റാസൽ ഖൈമയിലാണ്, UAE-യിൽ. അത് കൂടാതെ ഇപ്പോൾ അവരുടെ ഒരു സബ്സിഡിയറി കമ്പനി വഴി ഓസ്ട്രേലിയയിൽ ഒരു പ്രൊക്യൂർമെൻറ്റ് സെൻറ്റർ തുടങ്ങാനായിട്ടും ഈ കമ്പനി ഇപ്പോൾ തുടക്കമിട്ടിട്ടുണ്ട്. അതായത് ഓസ്ട്രേലിയയിൽ ഒരു സെൻറ്റർ തുടങ്ങുകയാണെങ്കിലും ഈ അഗ്രി കമ്മോഡിറ്റീസ് എല്ലാം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് അത് എക്സ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ എളുപ്പമായിരിക്കും. അതായത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രൊക്യൂർമെൻറ്റ് സെൻറ്റർ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ തുടങ്ങാനായിട്ട് പോകുന്നത്. ഉമ എക്സ്പോർട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രീലങ്ക, മലേഷ്യ, ബംഗ്ലാദേശ്, UAE, സിംഗപ്പൂർ, റഷ്യ, ജിബൂട്ടി, ബെനിൻ, അഫ്ഗാനിസ്ഥാൻ. ബെനിൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ ആഫ്രിക്കയിലുള്ള അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ്. അതുപോലെ തന്നെ കമ്പനി അഗ്രികൾച്ചർ പ്രോഡക്ട്സിൽ ചിലതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാനഡ, ഓസ്ട്രേലിയ, മ്യാൻമാർ, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. ഇഷ്യൂവിന് തൊട്ട് മുമ്പ് പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ് 98.13% ഓഹരികൾ. പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാകേഷ് ഖെംക, സുമിത്ര ദേവി ഖെംക എന്ന് പറയുന്ന 2 വ്യക്തികളാണ്. അതിൽ രാകേഷിൻ്റെ ചിത്രമാണ് നമ്മൾ ഈ വലതുവശത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് മാനേജ്മെൻറ്റ് ടീം വിത്ത് പ്രൂവൻ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ സ്കിൽസ് എന്ന് പറയാം. അതുകൂടാതെ സ്ട്രോങ് പ്രസൻസ് ഇൻ അഗ്രി കമ്മോഡിറ്റി ട്രേഡിംഗ് സെഗ്മെൻറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ ട്രാക്ക് റെക്കോർഡ് ഓഫ് ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി, ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻറ്റ്സ് ആൻഡ് റിപ്പീറ്റ് ബിസിനസ്. അപ്പോൾ ഇതെല്ലാം കമ്പനിയുടെ സ്ട്രെങ്തിനെ കാണിക്കുന്നു. ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് ഒന്ന് നോക്കാം. 2019 മുതൽ 2021 വരെയുള്ള കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ വർഷത്തെ ഒരു അർദ്ധവാർഷിക കണക്ക് കൂടി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റവന്യൂ ആണ് ഈ കാണുന്നത്. 2019 329.4 കോടിയായിരുന്നു ഇതിൻ്റെ റവന്യൂ എങ്കിൽ തൊട്ടടുത്ത വർഷം ഇത് 810.3 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 2021 ആയപ്പോഴത്തേക്ക് 752.0. അപ്പോൾ 752 കോടി എന്നുള്ള ലെവലിലേക്ക് ഇത് താഴ്ന്നിട്ടുണ്ട് റവന്യൂ. അത് അർദ്ധവാർഷികം നോക്കുകയാണെങ്കിൽ, ഈ വർഷത്തെ നോക്കുകയാണെങ്കിൽ 523.9 എന്നുള്ള നിലയിലേക്ക് നല്ല ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെയാണ് 2020 810 ആയിരുന്നു, അത് 2021 ആയപ്പോഴത്തേക്ക് 752 കുറഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. ഇത് എക്സ്പെൻസസ് കോളമാണ് ഈ കാണുന്നത്. നെറ്റ് ഇൻകത്തിലേക്ക് വരാം. നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 2019 2.9 crores ആണ് പ്രോഫിറ്റ് കാണുന്ന കമ്പനിയുടെ. അത് ക്രമമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. 8.3 ആണ് 2020, 12.2 ആണ് 2021. ഇപ്പോൾ ഈ വർഷം ഇതുവരെ 6 മാസത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും 9 കോടി പ്രോഫിറ്റ് കാണുന്നുണ്ട്. ഇനി പ്രോഫിറ്റ് മാർജിൻ 0.9 ആണ് 2019, അത് 1% ആയിട്ട് വന്നിട്ടുണ്ട് 2020. പിന്നീട് 1.6 ആയി. ഈ 6 മാസത്തെ കണക്ക് വെച്ചിട്ട് 1.7% എന്ന്. അപ്പോൾ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിൽ കമ്പനി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ അവരുടെ റെക്കോർഡുകളിൽ നിന്ന് മനസ്സിലാക്കിയത് ഏകദേശം ഒരു 42.14 കോടി രൂപയുടെ ഒരു കടബാധ്യത കമ്പനിക്കുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കമ്പനിയുടെ വാല്യുവേഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ EPS 4.21, PE റേഷ്യോ 13.21, 13.82 എന്നുള്ള ആ ഒരു റേഞ്ചിലാണ്. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് 17.67 ആണ് കാണിക്കുന്നത്. ബുക്ക് വാല്യൂ 27.83. ഇതിൻ്റെ പിയർ കമ്പനിയായിട്ട് പ്രധാന കമ്പനിയായിട്ട് കാണുന്നത് സകുമ എക്സ്പോർട്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതിൻ്റെ PE കാണുന്നത് 9.41 എന്നാണ്. ഇനി IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ. മാർച്ച് 28 മുതൽ 30 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 65 ഉം 68 ആണ്. അപ്പോൾ 68 രൂപയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഫ്രഷ് ഇഷ്യൂ ആണ്, 60 കോടിയും ഫ്രഷ് ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ ഓഫർ ഫോർ സെയിൽ ഒന്നുമില്ല. ടോട്ടൽ സൈസ് എന്ന് പറയുന്നതാണ് ഈ 60 കോടി. അപ്പോൾ ഇതിൽ മിനിമം നമ്മൾ റീറ്റെയിലേഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് 220 ഷെയർസ് ആണ്. മിനിമം 220 ഷെയർസ്. അപ്പോൾ മാക്സിമം ഒരു 13 ലോട്ട് വരെ, ഒരു ലോട്ടാണ് 220, 13 ലോട്ട് വരെ ഒരാൾക്ക് റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 10 രൂപയാണ് ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. റീറ്റെയിലേഴ്സിന് 35% വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 35% ആണ് അവർക്ക് അലോക്കേഷൻ കിട്ടുന്നത്. 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനുമാണ് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടെൻറ്റേറ്റീവായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രധാന ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് അലോട്ട്മെൻറ്റ് വരുന്നത് April 4 ആയിരിക്കും. അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണ് അലോട്ട്മെൻറ്റ്. റീഫണ്ട് കിട്ടാതെ വരുന്നവർക്ക് റീഫണ്ട് വരുന്നത് തൊട്ടടുത്ത ദിവസം, അതായത് April 5 DP അക്കൗണ്ടിലേക്ക് കിട്ടിയവർക്ക് ഇത് ക്രെഡിറ്റ് വരുന്നത് 5 ആയിരിക്കും. പിന്നെ ലിസ്റ്റിംഗ് April 7 അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു DP അക്കൗണ്ട് വേണം ഷെയർ അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു DP അക്കൗണ്ട് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ട്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഇതിൻ്റെ താഴെ ഉള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അങ്ങനെ അക്കൗണ്ട് ഇല്ലാത്തവർ അത് ചെയ്യണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. അത് കൂടാതെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ രീതി എങ്ങനെയാണെന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ടും സാധിക്കും. ഉമ എക്സ്പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലതാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ലോങ് ടേമിലേക്ക് ഗുണകരമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് മാസ് സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ ലീഡ് മാനേജേഴ്സ് കോർപ്പറേറ്റ് ക്യാപിറ്റൽ വെഞ്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുമാണ്. ഡിയർ ഫ്രണ്ട്സ്, ഉമ എക്സ്പോർട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻറ്റുകൾ വിലപ്പെട്ടതാണ് നിങ്ങളുടെ, തീർച്ചയായിട്ടും കമൻറ്റുകൾ ഇടാനും മടിക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ടും ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.